ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. CPM സംസ്ഥാന സമ്മേളനത്തിന് കൊടിയുയർന്നിരിക്കുന്നു. കഴിഞ്ഞ സമ്മേളനത്തിൽ അവതരിപ്പിച്ച നവകേരളത്തിനായുള്ള പാർട്ടി കാഴ്ചപ്പാട് ഈ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ നവകേരളത്തിന്റെ പുതുവഴികളായിരിക്കുകയാണ്. ക്ഷേമ സർക്കാരിൽ നിന്നും വികസന സർക്കാരിലേക്ക് നീങ്ങുമ്പോൾ കിഫ്ബിക്കായുള്ള ടോൾ പിരിവിനും സ്വകാര്യ സർവകലാശാലയ്ക്കും ഇൻവെസ്റ്റ് കേരളയ്ക്കും പാർട്ടിയും പിന്നീട് സർക്കാരും സ്വാഗതമരളിക്കഴിഞ്ഞു. പാർട്ടിയിൽ MV ഗോവിന്ദനും പാർലമെന്ററി രംഗത്ത് പിണറായി വിജയനും നായകരാകുമ്പോൾ ഈ സമ്മേളനം മൂന്നാം മുഴത്തിനുള്ള പദ്ധതികളാകും ചർച്ച ചെയ്യുക. വികസനം എന്ന് മാത്രം വിളിച്ചു പറയുമ്പോൾ സമരരഹിത കേരളം സ്വപ്നം കാണുമ്പോൾ പാർട്ടി സമ്മേളനത്തിൽ മൂന്നാം മുഴത്തിനുള്ള റോഡ് മാപ്പ് എന്ത് എന്നാണ് അറിയേണ്ടത്. ചർച്ചയിൽ CPM പ്രതിനിധി VPP മുസ്തഫ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ആസാദ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപ്പാറ എന്നിവരാണ്. ആദ്യം ശ്രീ VPP മുസ്തഫ, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണ അവതരിപ്പിക്കാനിരിക്കുന്നത് നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന രേഖയാണ്. അത് ഒരു മൂന്നാം പിണറായി സർക്കാരിനുള്ള ആലോചനകൾ നിറഞ്ഞ രേഖയാകും എന്നാണോ മനസ്സിലാക്കേണ്ടത്? മൂന്നാം പിണറായി സർക്കാർ എന്നുള്ള ഒരു ഹ്രസ്വകാല കാഴ്ചപ്പാടല്ല CPIM മുന്നോട്ട് വെക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചെറിയ ലക്ഷ്യം മാത്രമാണ്. നവകേരളം എന്നുള്ളത് കേരളത്തിൻ്റെ സമഗ്രമായ വികസനം, പുതിയ നൂറ്റാണ്ടിനും പുതിയ കാലത്തിനും അനുസൃതമായി കേരളത്തെ മുന്നോട്ട് നയിക്കുക, അങ്ങനെ ഒരു വിശാലമായ വികസന കാഴ്ചപ്പാടാണ് നവകേരളത്തെ സംബന്ധിച്ച് CPIMനുള്ളത്. 3 വർഷം മുമ്പ് എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ആ നിലയിലാണ് CPIMൻ്റെ ഈ വികസന കാഴ്ചപ്പാട് അംഗീകരിച്ചിട്ടുള്ളത്. അത് വെറുതെ അങ്ങ് വരുന്നതുമല്ല. നമ്മുടെ ഈ കേരളം ഉണ്ടായിത്തീർന്നതിൽ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, വിശിഷ്യ അതിന് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഭ്രാന്താലയ സമാനമായ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷിച്ചൊരു കാലമുണ്ടായിരുന്നു. അതിനെ മാറ്റിയെടുത്ത് ഇന്ന് കാണുന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ മാതൃകയായി കൊണ്ടുവന്നത് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനം, അതിൽ നിന്ന് തിരിതെളിച്ചെത്തിയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രധാനപ്പെട്ട ധാരയായിട്ട് തന്നെ നിലകൊണ്ട കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം, കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾ, ഇതിൻ്റെ എല്ലാം ഒരു തുടർച്ചയിലാണ് ഐക്യ കേരളത്തിലെ ഒന്നാമത്തെ ഗവൺമെൻറ് 28 മാസം കൊണ്ട് VMSന്റെ 57 ഗവൺമെൻറ് ഒരു ഫൗണ്ടേഷൻ ആധുനിക കേരളത്തിൻ്റെത് സ്ഥാപിച്ചെടുത്തു. തുടർന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു ആധുനിക കേരളം സ്ഥാപിതമായി. പരശുരാമന്റെ തുരുമ്പിച്ച പഴയ മടുവിൽ നിന്നുള്ള കേരളത്തിനു പകരം യാഥാസ്ഥിതികത്വത്തിൻ്റെ പൂണൂൽ പൊട്ടിച്ചിറങ്ങിയ ഒരു പുതിയ കേരളത്തിൽ ഉയർന്നു വന്നു. ആ ആധുനിക കേരളം ഒരു കേരള വികസന മാതൃക ആസൂത്രണ വിദഗ്ധർക്കും സാമ്പത്തിക പണ്ഡിതർക്കും എല്ലാം വിസ്മയമായി കൊണ്ട് തന്നെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ നിന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ പുതിയ കാലത്തിന് പുതിയ തലമുറയുടെ അഭിരുചികൾക്ക് അനുസൃതമായി ഒരു പുതിയ കേരളം ഉണ്ടായിത്തീരണം. ശരി, ആ നിലയിലാണ് ഭ്രാന്താലയ സമാനമായ അവസ്ഥയിൽ നിന്ന് ആധുനിക കേരളം ഉണ്ടാക്കി തീർക്കുന്നതിൽ അതിൻ്റെ അസ്ഥിവാരം ഉണ്ടാക്കി അതിനെ വികസിപ്പിച്ചെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പുതിയ കാലത്തിനും ലോകത്തിനും അനുസൃതമായ ഒരു പുതിയ കേരളം, നവകേരളം എന്ന വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നവകേരള വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് കേവലമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നല്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതപര്യന്തമുള്ള കേരളത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും അനുസൃതമായിട്ടുള്ള പുതിയ കാലത്തിനനുസൃതമായിട്ടുള്ള ഒരു സംഭാവനയാണ്. ശരി, ഡോക്ടർ ആസാദ്, പുതിയ കാലത്തിനനുസൃതമായ വികസന കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു സമ്മേളനം കഴിഞ്ഞ കാല സംസ്ഥാന സമ്മേളനം CPM സമ്മേളനങ്ങളിൽ നിന്നും കൊല്ലം സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ പാർട്ടിയിൽ വന്നിരിക്കുന്ന വ്യത്യാസം അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ എങ്ങനെയാണ് താങ്കൾ ഒരു വിശകലനം നടത്തുക? ഈ സമ്മേളനത്തെ എങ്ങനെയാണ് വ്യത്യസ്തമായ ഒരു സമ്മേളനമായി താങ്കൾ കാണുന്നുണ്ടോ? അല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മേളനം എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ ഒരു ഹ്രസ്വകാല പരിപാടിയോ ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച ഒരു കാഴ്ചപ്പാടോ മാത്രമല്ലല്ലോ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് ലോക സാഹചര്യത്തിൽ വന്നിട്ടുള്ള മാറ്റം, പ്രത്യേകിച്ച് വർഗസമരത്തിൻ്റെ രാഷ്ട്രീയം മുന്നിൽ കാണുന്നത് ലോകത്തിലെ പുതിയ മുതലാളിത്തം ഏത് രീതിയിലാണ് ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നത്, അതെങ്ങനെയാണ് കോർപ്പറേറ്റ് മുതലാളിത്തം അതിൻ്റെ ചൂഷിതര 2 വർഗ്ഗങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അകത്തെ കോൺഫ്ലിക്റ്റ് സമരങ്ങൾ ഏത് നിലയ്ക്കാണ് രൂപപ്പെടുന്നത്, അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സർവ്വദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്ത് റോളാണുള്ളത്, അതിൻ്റെ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലുമുള്ള സമരത്തിൽ പങ്കാളികളാവുന്നത് എങ്ങനെയാണ്,
അതെങ്ങനെയാണ് പ്രാദേശികവും ദേശീയവുമായിട്ടുള്ള ഭരണവർഗങ്ങളോട് ഏറ്റുമുട്ടി അടിസ്ഥാന സമൂഹങ്ങളുടെ മോചനത്തിന്, അവരുടെ താൽക്കാലികമായ മോചനം മുതൽ നിരന്തരമായ മോചനം വരെയുള്ള പ്രക്രിയകൾക്ക് അനുഗുണമാക്കി തീർക്കേണ്ടത് തുടങ്ങിയ ഒട്ടനവധി പ്രശ്നങ്ങൾ വാസ്തവത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു CPM-ന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിലും ഈ സാർവദേശീയ അന്തരീക്ഷത്തെക്കുറിച്ചും ദേശീയമായ സാഹചര്യത്തെക്കുറിച്ചും ഒക്കെ അത്ര മോശമല്ലാത്ത, എനിക്ക് തോന്നുന്നത് വലിയ മോശമില്ലാത്ത ഒരു വിശകലനം തന്നെയാണ് അതിലുള്ളത്. ആ കാര്യങ്ങളിൽ അല്ല, അവരുടെ വിശകലനങ്ങൾ പലപ്പോഴും ശരിയാണ്. അവരുടെ വിപ്ലവ മുദ്രാവാക്യങ്ങളിൽ, പഴയ മുദ്രാവാക്യങ്ങളിലോ കൊടിയുടെ നേരത്തിലോ ഒന്നും അല്ല വാസ്തവത്തിൽ പ്രശ്നം വരുന്നത്. പ്രശ്നം വരുന്നത് 90-കൾക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്നു ചേർന്നിട്ടുള്ള, പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വന്നു ചേർത്തിട്ടുള്ള വലിയ മാറ്റമുണ്ട്. ആ മാറ്റം കേരളത്തിൽ മാത്രം എന്ന് പറഞ്ഞുകൂടാ, കാരണം ബംഗാളിലും വന്ന മാറ്റമാണ് ബംഗാളിൽ പ്രതിധ്വനിച്ച് നമ്മൾ കണ്ടത്. ഈ മാറ്റം രാജ്യത്തൊട്ടാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടായിരുന്ന 1930-കളിലും 40-കളിലുമൊക്കെ പലയിടങ്ങളിൽ വളർന്നു വന്ന പ്രസ്ഥാനം, അത് ലോകത്തിലെ രാജ്യത്തെമ്പാടുമുള്ള തൊഴിൽശാലകൾ അടച്ചുപൂട്ടുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളി വർഗത്തിനുണ്ടായിരുന്ന ഉണർവുകൾ അടച്ചുമൂടപ്പെട്ട കാര്യമുണ്ട്. പലതരത്തിലുള്ള സെറ്റ് ബാക്കുകൾ അതിനുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ശേഷം ത്രിപുരയിലും ബംഗാളിലും കേരളത്തിലുമായി ഉറച്ചുപോയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി 90-കളിൽ പിന്നെ സ്വീകരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് നവലിബറൽ അജണ്ടയോട് കുറേയൊക്കെ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ശക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്ത് വളർന്നു വരികയാണ്. അതിനകത്ത് രൂക്ഷമായ ആശയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. 90-കളിലെ 80-കൾ മുതൽ 80-കളിലും 90-കളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിരൂക്ഷമായ ആശയ സംഘർഷമാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആശയ സംഘർഷം ഉണ്ടോ ഡോക്ടർ ആസാദ്? മാത്രമല്ല, ഇപ്പോൾ ഈ സമ്മേളനത്തിന് മുന്നോടിയായി MV ഗോവിന്ദൻ നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം പ്രായോഗികമായി പൂർണ്ണമായും നടപ്പാക്കാവുന്ന ഒരു സർക്കാരല്ല ഇവിടെയുള്ളത്. ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുന്നു എന്ന് വെക്കുമ്പോൾ ഇടത് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിലും ഇടത് സർക്കാരിൻ്റെ ഇടത് ആശയങ്ങൾ മാത്രം പ്രതിഫലിപ്പിക്കാവുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ഭരിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയങ്ങൾ, കേന്ദ്രത്തിൻ്റെ സമീപനങ്ങൾ, അതിന് അനുസൃതമായി അതിന് കീഴടങ്ങിക്കൊണ്ട് ചില കാര്യങ്ങളെങ്കിലും നടപ്പാക്കേണ്ടി വരും. അപ്പോൾ പൂർണ്ണമായൊരു ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമായി ഇതിനെ കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല സ്മൃതി, ഇത് MV ഗോവിന്ദ മാഷ് ഇപ്പോൾ പുതുതായി പറയുന്നതല്ല. വാസ്തവത്തിൽ പ്രശ്നം അവിടെയല്ല. അപ്പോൾ ഗോവിന്ദ മാഷ് ഇപ്പോൾ പറയുന്നത് 57 EMS പറഞ്ഞ അതേ കാര്യമാണ്. 57 EMS ആണെങ്കിലും MN ഗോവിന്ദൻ നായരാണെങ്കിലും C അച്യുതമേനോനാണെങ്കിലും പാർട്ടി ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, ഈ ഭരണം ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഭരണം വന്നിരിക്കുകയല്ല. മുതലാളിത്ത സാഹചര്യത്തിൽ ദേശീയമായ എല്ലാ കെട്ടുപാടുകൾക്കും ഇടയിൽ നിന്നുകൊണ്ടാണ് ഭരിച്ചു പോകേണ്ടത്. അപ്പോൾ താൽക്കാലിക ആശ്വാസം നൽകുക എന്നുള്ളത് മാത്രമേ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അതെന്താ? അടിസ്ഥാനമായ ഊന്നൽ അടിസ്ഥാന വർഗത്തിലായിരിക്കും, അടിത്തട്ട് വിഭാഗങ്ങളിലായിരിക്കും, അവരുടെ ആശ്വാസങ്ങൾക്കായിരിക്കും, അവരുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പുരോഗതി ഉണ്ടാക്കാനായിരിക്കും എന്നിടത്തായിരുന്നു അന്ന് ഊന്നിയത്. ഇപ്പോഴുള്ള പ്രശ്നം ഊന്നലുകൾ തെറ്റിയിരിക്കുന്നു എന്നുള്ളിടത്താണ്. ഇവിടെ സമരവും അന്ന് ഭരണവും സമരവും ഒന്നിച്ചു കൊണ്ടുപോവുക എന്നാണ് EMS-ഉം പാർട്ടിയും പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഭരണം ഒരു വഴിക്കും സമരം എന്ന് പറയുന്നത് ഇല്ലാതെയും ആയി തീരുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് ഇന്നത്തെ കോൺഫ്ലിക്റ്റ്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഈ പറഞ്ഞ പോലെ അടിത്തട്ട് സമൂഹത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു ആസൂത്രണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ആശാ വർക്കേഴ്സ് സമരം ചെയ്യുമ്പോൾ, ക്ഷേമനിധികൾ ഇല്ലാതാവുമ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? അവർക്കത് കൊടുക്കുക എന്നുള്ളത് വികസനത്തിൻ്റെ മുൻ അജണ്ടയെ, ഒന്നാം അജണ്ടയായി സ്വീകരിക്കാൻ CPM-ന് കഴിയുന്നില്ല, അതിൻ്റെ ഭരണത്തിന് കഴിയുന്നില്ല. വാസ്തവത്തിൽ ഒന്നാം അജണ്ട അതാവണം. അതിന് വേണ്ടി എന്തൊക്കെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റും, പല തീരുമാനങ്ങളും പിന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ EMS സർക്കാരിനെ പറ്റി തന്നെ പറഞ്ഞാൽ, EMS ഒരു പ്രതിസന്ധി കാലത്ത്, ജനങ്ങൾ ഭയങ്കരമായി സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന കാലത്ത് ഞങ്ങളുടെ ശമ്പളം കുറയ്ക്കാം, മന്ത്രിമാരുടെ ശമ്പളം, കേരളത്തിലെ മന്ത്രിമാരുടെ, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ശമ്പളം കുറയ്ക്കാൻ തീരുമാനിച്ചു. അത് കുറച്ചത് കൊണ്ട് കേരളത്തിൽ വലിയ വികസന പ്രവർത്തനം നടത്താൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല, മറിച്ച് അതൊരു അനുഭാവമാണ്, അതൊരു സമീപനമാണ്. അവിടെയാണ് കവി സച്ചിദാനന്ദൻ ഇന്ന് ഒരു പ്രതികരണമായി പറഞ്ഞിരിക്കുന്നത്. വർഗസമരത്തിലൂടെ വന്നിരിക്കുന്ന ഈ പാർട്ടി ഈ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരെ ഏത് വർഗത്തിലാണ് പെടുത്തുന്നത്, ആ സ്ത്രീകളെ ഏത് വർഗത്തിൽ പെടുത്തുന്നു എന്ന് ചോദിക്കുന്നത്. ഈ ആശാ വർക്കർമാരുടെ സമരത്തെ സൂസി സമരം എന്നാണല്ലോ പരിഹസിക്കുന്നത്. ആ സമരം ഒരു വശത്ത് അവിടെ മുന്നേറുകയാണ്. ആ സമരത്തെ ഏതൊക്കെ ഭാഷയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് അവരുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണങ്ങൾ പാർട്ടി
നേതാക്കൾ എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ജോർജ് പൊടിപാറ, ഈ സമ്മേളനം വലിയ ആത്മവിശ്വാസത്തിൽ നടത്തുന്ന ഒരു സമ്മേളനമായിട്ട് തന്നെയാണ് CPM നേതാക്കൾ പറയുന്നത്. അതിൽ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പാർട്ടിയിൽ എങ്ങനെയൊക്കെയാണ് അച്ചടക്കം വേണ്ടത്, അത് മദ്യപാനം, പുകവലി തുടങ്ങിയ വിഷയങ്ങളടക്കം നേരത്തെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് MV ഗോവിന്ദൻ ഈ ഘട്ടത്തിൽ പറയുമ്പോൾ അതിൽ ഒരു തമാശ തോന്നി, പലരും അതിനോട് പ്രതികരിക്കുന്നുമുണ്ട്. പുതിയ കാലത്തെ പുതിയ മാറ്റങ്ങൾ എന്ന് പറയുമ്പോഴാണല്ലോ ഈ മദ്യപാനവും സിഗരറ്റും കൂടി ഈ ഘട്ടത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ സമ്മേളനം എന്തൊക്കെ കാര്യങ്ങളിൽ ഊന്നൽ നൽകുമെന്നാണ് താങ്കളുടെ ഒരു മനസ്സിലാക്കൽ? ഈ ഒരു മൂന്നാം ഊഴത്തിൽ ഉള്ള ആത്മവിശ്വാസം യഥാർത്ഥത്തിലുള്ളതാണോ അതോ പുറത്തേക്ക് കാണിക്കുന്നതാണോ? തീർച്ചയായിട്ടും രണ്ട് തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുകയാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമേ ഇനി അടുത്തൊരു സമ്മേളനമുള്ളൂ. സ്വാഭാവികമായിട്ടും CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൂന്നാം ഊഴം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയുക, വളരെ നിർണായകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്മൃതിക്കറിയാം, ഇന്ത്യയിൽ ആകപ്പാടെ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM അധികാരത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ്. സാധാരണ ഒരു ഭാഷയിൽ അല്ലെങ്കിൽ ഒരു ആലങ്കാരിക ഭാഷ ഉപയോഗിക്കുകയാണെങ്കിൽ CPM-നും ഇടതുമുന്നണിക്കും ഇന്ത്യയിലുള്ള ഏക പച്ചത്തുരുത്ത് എന്ന് പറയുന്നത് കേരളമാണ്. ബംഗാളും ത്രിപുരയും ഒക്കെ ഇങ്ങനെ തിരിച്ചു കിട്ടാത്ത വണ്ണം വളരെ അകലേക്ക് പോയിരിക്കുന്നു. അവിടെ നിന്ന് ഇനി ഒരു മടങ്ങി വരവ് അത്ര എളുപ്പമല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക്, ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനത്തിന്റെ CPM-ന്റെ ഐഡന്റിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ നിർണായകമാണ് കേരളത്തിലെ അധികാരം. അപ്പൊ അതിനെ സംബന്ധിച്ച് പാർട്ടി അത്രമേൽ തീവ്രമായി അദമ്യമായി ഭരണം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതിലൊരു തെറ്റുമില്ല. കാരണം ഇന്ത്യൻ സംവിധാനത്തിൽ, ഈ ഫെഡറൽ സംവിധാനത്തിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം എന്നൊക്കെ പറയുന്നത് അവർ വിചാരിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു തൊഴിലാളി വർഗ വിപ്ലവവും സർവാധിപത്യവും ഒന്നും അത്ര എളുപ്പം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് പാർലമെന്ററി രീതിയിൽ ഇന്ത്യയിലെ സംവിധാനത്തിന് കീഴിൽ, നിലവിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ അധികാരത്തിൽ വരാൻ ഏറ്റവും ഇടതുപക്ഷത്തിനും CPM-നും സാധ്യതയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അപ്പോൾ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ വന്ന് ചരിത്രം സൃഷ്ടിച്ച CPM പിണറായി വിജയന്റെ നേതൃത്വത്തിൽ രണ്ടാമതും അധികാരത്തിൽ വരാൻ അവർക്ക് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ആലോചനാ വിഷയം എന്ന് പറയുന്നത്, നേരത്തെ സ്മൃതി ഇതിന്റെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിന്റെ തലക്കെട്ടിൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ, ഇത് ഒരു റോഡ് മാപ്പ് ആയിരിക്കും. ഈ പാർട്ടി സംസ്ഥാന സമ്മേളനം ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ഒരു മൂന്നാം ഊഴം എങ്ങനെ സാധ്യമാക്കാം, അതിനുള്ള ആ ഒരു എന്താ പറയുക, കാര്യങ്ങൾ ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് പോകണം, ഏതെല്ലാം കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്, നവകേരളത്തെ സംബന്ധിച്ച് ഇതുവരെയുള്ള സങ്കല്പങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എങ്ങനെ തിരുത്തണം, അതേ സംബന്ധിച്ച് പാർട്ടി ഇതുവരെ പുലർത്തിപ്പോന്ന ഡോക്ടർ ആസാദൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ 50കളിലും 60കളിലും 70കളിലും 80കളിലും പാർട്ടി മുന്നോട്ട് വെച്ച ആശയങ്ങളൊന്നും അല്ല ഇന്ന് ഈ പാർട്ടി. 90കൾക്ക് ശേഷം കേരളത്തിലെ ഇന്ത്യയിലെ ഉദാരീകരണത്തെക്കുറിച്ചും ആഗോളീകരണത്തെക്കുറിച്ചും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമ്പ്രദായം വന്നു. അതിനെ വളരെ ശക്തമായി എതിർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബംഗാളിലും കേരളത്തിലും ഒക്കെ, ബംഗാളിൽ അത് വളരെ കുറെ കൂടെ മുമ്പേ തുടങ്ങി, ഇപ്പൊ കേരളത്തിലും അതേ ലൈനിൽ തന്നെയാണ് പോകുന്നത്. അതല്ലെങ്കിൽ എന്താ പറയാ, സ്വാശ്രയ കോളേജുകളെ പോലും എതിർത്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ച അതിശക്തമായ സമര പരമ്പരകൾ സൃഷ്ടിച്ച ഒരു പ്രസ്ഥാനം ഇപ്പോ സ്വാശ്രയ കോളേജുകൾ സ്വയം നടത്തുന്നു. അത് കൂടാതെ ഇപ്പോ സ്വകാര്യ സർവകലാശാലകളെ കുറിച്ച് പോലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അന്നത്തെ ആ ഒരു പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പുതിയ കാലത്തിനനുസൃതമായി, പുതിയ കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസൃതമായി സ്വയം രൂപാന്തരപ്പെടാനും അതുപോലെ തന്നെ നിലപാടുകൾ മാറ്റാനും നയപരിപാടികളിൽ പുതിയ പുതുമ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും തെറ്റാണെന്ന് നമുക്ക് എന്താ പറയാ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയുന്നത് ഈ വലതുപക്ഷ വ്യതിയാനം എന്ന് പലരും ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുമ്പൊക്കെ ആക്ഷേപിച്ച വലതുപക്ഷം എന്ന് കോൺഗ്രസിനെയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളെയും ആക്ഷേപിച്ച അതേ കാര്യങ്ങൾ ഇടതുപക്ഷം അവരുടെ പ്രധാന അജണ്ടയായി മാറ്റുമ്പോൾ ആ നിലപാടിലേക്ക് അവർ സ്വയം മാറുകയും മാറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇതുവരെ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ ഇതുവരെ പിന്തുടർന്ന ആ ഒരു നയം എങ്ങനെ അവർക്ക്, അല്ലെങ്കിൽ ആ കുറ്റപ്പെടുത്തലിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് പറയാൻ കഴിയും?
അപ്പോൾ ഈ വലതുപക്ഷ വ്യതിയാനം എന്ന് പറയുന്ന അതിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെട്ട കോൺഗ്രസും അതുപോലെ തന്നെ BJP അവരുടെ അതേ സാമ്പത്തിക സമീപനത്തിലേക്ക് പോകുന്നു. ഇപ്പൊ ആസാദ് ചൂണ്ടിക്കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്ന് വെച്ചാൽ, ഇതൊക്കെ വേണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറയാം, CPM പറയാം, മാറ്റം അനിവാര്യമാണ്, കേരളത്തിന് മുന്നോട്ട് പോകാൻ വ്യവസായവൽക്കരണവും അതുപോലെ തന്നെ പുതിയ കാലത്തോടുള്ള ആ കാലഘട്ടത്തിനനുസൃതമായി ഈ കേരളത്തെ മാറ്റിയെടുക്കുകയും പ്രത്യയശാസ്ത്ര ശാഠ്യങ്ങളും വരട്ടുവാദങ്ങളും ഒക്കെ മാറ്റിവെച്ച് ലോകത്തിനൊപ്പം സഞ്ചരിക്കാനുള്ള ഒരു മനോഭാവവും അതിനുള്ള ഒരു ആർജവും സർക്കാരുകൾക്കുണ്ടാവണം, മുന്നണികൾക്കും കക്ഷികൾക്കും ഉണ്ടാവണം. പക്ഷേ അത് ഏറ്റവും അടിസ്ഥാനമായിട്ട് ആസാദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്, അപ്പോഴും ഒരു പക്ഷം ആർക്കൊപ്പമായിരിക്കണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പക്ഷം എന്ന് പറയുന്നത് അടിസ്ഥാന വർഗത്തോടായിരിക്കണം, ഡൗൺ ട്രോഡൻ വിഭാഗങ്ങളോടായിരിക്കണം. ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന, ഏറ്റവും വേദന അനുഭവിക്കുന്ന, ഏറ്റവും ജീവിത ക്ലേശങ്ങളിൽ വഴിമുട്ടുന്ന ജനങ്ങളോടായിരിക്കണം അനുഭാവം. ആ അനുഭാവത്തിന്റെ സ്ഥാനത്ത് അവിടെയാണ് സ്മൃതി ചൂണ്ടിക്കാണിച്ച ഈ പറഞ്ഞ ആശാ വർക്കേഴ്സിന്റെ സമരം അടക്കമുള്ള കാര്യങ്ങളോട് CPM പുലർത്തുന്ന ആ ഒരു സമീപനത്തിലെ വല്ലാത്ത ആ ഒരു വൈരുദ്ധ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പകരം അവരെ ആക്ഷേപിക്കുകയാണ്. അവരും തൊഴിലാളികളാണ്, അവർ വേറൊരു സംഘടനയിലായി പോയി എന്നതുകൊണ്ട് അവരുയർത്തുന്ന മുദ്രാവാക്യങ്ങളും ആവശ്യങ്ങളും എങ്ങനെ തെറ്റായി പോകും? അവര് ഈർക്കലി പാർട്ടിയാണ്, അവര് എന്താ പറയാ, വേറെ ആരുടെയൊക്കെയോ ചട്ടുകങ്ങളാണെന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കുന്നത് ശരിയാണ്? എത്രയോ സമരമുഖങ്ങളിലൂടെ, സമര പരമ്പരകളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് ഈ കാണുന്ന നവകേരളം പടുത്തുയർത്തിയതെന്ന് മുസ്തഫ നേരത്തെ പറഞ്ഞു. എങ്കിൽ ഇപ്പൊ നടക്കുന്ന സമരങ്ങളിലും കേവലം 7000 രൂപയ്ക്ക് വേണ്ടി പണിയെടുക്കപ്പെടേണ്ടി വരുന്ന 232 രൂപ ദിവസവേതനത്തിന് പണിയെടുക്കേണ്ടി വരുന്ന ഒരു വിഭാഗം സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആ സഹോദരിമാര് സമരം ചെയ്യുമ്പോൾ ചുരുങ്ങിയ പക്ഷം അവരോടൊരു അനുഭാവം കൊടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നയങ്ങൾ അതിന് തടസ്സമാണെങ്കിൽ അത് പറയുന്നതിന് പകരം ആക്ഷേപിക്കുന്നതാണ്. അതെന്ത് തൊഴിലാളി വർഗ സമീപനമാണ്? അതെന്ത് അടിസ്ഥാന വർഗ അനുഭാവമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ PSC അംഗങ്ങൾക്കുള്ള ശമ്പളവും വർധനയൊക്കെ ഏത് ഘട്ടത്തിൽ, ഏത് തലത്തിലേക്ക് അത് ഉയർത്തി എന്നുള്ള, ദിവസം 13,000 എന്ന രൂപത്തിലേക്ക് ഉയർത്തി എന്നുള്ളതും ഈ സാമ്പത്തിക പ്രതിസന്ധിയിലെ ഒരു യാഥാർത്ഥ്യമാണല്ലോ. ശ്രീകുമാർ, ഈ സമ്മേളന കാലയളവിനെ ഇപ്പോൾ പ്രത്യേകമായി വിലയിരുത്തുന്നത്, ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സമ്മേളനം, ഇനി 1 വർഷം മാത്രം തിരഞ്ഞെടുപ്പിന് കാത്തിരിക്കുന്നു, അപ്പുറത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇത് അടുത്തെത്തിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള തന്ത്രങ്ങൾ സ്വാഭാവികമായും CPIM മെനയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ സമ്മേളനത്തിൽ അതിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ചയാകും. 3-ാം ഊഴത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിന് അവരുടെ അടിസ്ഥാനം നല്ല ഭരണം എന്ന ആത്മവിശ്വാസത്തിനപ്പുറം ദുർബലമായ പ്രതിപക്ഷം എന്നതുകൂടിയാണ്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? സ്മൃതി, ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനകാലത്ത് അവരുടെ അനുഭാവികളെയും അണികളെയും ഒക്കെ ആവേശഭരിതരാക്കാൻ അധികാരം ഇതാ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ഉദ്ബോധനം പാർട്ടി നേതാക്കൾ നടത്താറുണ്ട്. CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്തിപ്പോൾ കൊടിയുയർന്നല്ലോ. ഈ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്നോ പാർട്ടി ആവിഷ്കരിക്കാൻ പോകുന്ന പദ്ധതികൾ എന്താണെന്നോ ഒരുപക്ഷെ ഈ പാനലിരിക്കുന്ന 4 പേർക്കെങ്കിലും കൃത്യമായിട്ട് അറിയാവുന്നതാണ്. കാരണം ഒരു സൗരയൂഥത്തിനെ പോലെ കുറേ ഗ്രഹങ്ങൾ ചുറ്റും കറങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് CPM മാറിയ സ്ഥിതിക്ക് തുടർഭരണമാണ് ഞങ്ങളെ നയിക്കുന്നത്, ഭരണമാണ് വികാരം. അതാണല്ലോ ഈ സമ്മേളനത്തിൽ എപ്പോഴും കേൾക്കുന്നത്. ഭരണവികാരം എന്നുള്ളൊരു വികാരത്തിലേക്ക് CPM നേതാക്കൾ എത്തിയിരിക്കുകയാണ്. ആ വികാരം സാക്ഷാത്കരിച്ച് കിട്ടാൻ വേണ്ടി അവർ എന്താണ് ചെയ്യുക എന്നുള്ളത് അവരുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമേ പറയാവൂ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നൊരു ലേഖനം എഴുതിയതിൽ കേരളത്തിലെ BJPക്ക് വഴക്കൂറുണ്ടാക്കിയത് കോൺഗ്രസ് ആണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് തുടരും നാളെ. അപ്പോൾ അതിലെന്തായാലും കേരളത്തിലെ വിഷയങ്ങളൊന്നുമില്ല. കേരളത്തിലെ വിഷയങ്ങളെന്ന് പറയാൻ കാരണം LDF അധികാരത്തിലെത്തിയിട്ട് ഇത്രയും കാലമായിട്ടും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ, തൃപ്തിയോടെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ CPMന് സാധിക്കാത്ത അവസ്ഥയാണ്. ഗോവിന്ദമാഷി സമ്മേളനക്കാലത്ത് ഉയർത്തിവിടുന്നത് കള്ള് കുടിയെ പറ്റിയും മദ്യപാനത്തെ പറ്റിയൊക്കെയാണ്. സമ്മേളനം ഒരു വലിയ വാർത്തയാകണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടാവില്ല. ഒരു കാലത്ത് കേരളത്തെ പറ്റിയില്ല എന്ന് പറയാൻ പറ്റില്ല. ശ്രീകുമാർ, മുസ്ലിം ലീഗിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ഒരു പുനർവിചിന്തനം നടത്തണം. കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ? ലീഗിനെ പോലുള്ള പാർട്ടികൾ ആലോചിക്കട്ടെ, കോൺഗ്രസിന് കൂടെ നിൽക്കണോ എന്നുള്ള കാര്യം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടിയാണോ കോൺഗ്രസ് എന്നൊരു ചോദ്യം അവിടെ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും കണ്ടിരുന്നു. അല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ്. അതായത് അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി എന്ന രീതിയിൽ മൊത്തം BJPക്കെതിരെ ആഞ്ഞടിച്ചപ്പോൾ കേരളത്തിലെ CPM ആ കോർ കമ്മിറ്റിയിൽ നിന്ന് മാറി നിന്നു. അത് മാത്രമല്ല,
രാഹുൽ ഗാന്ധി ആസേതു ഹിമാചലം BJPക്കെതിരെ പ്രസംഗിച്ച് നടന്നപ്പോൾ ഇവിടെ നമ്മുടെ ഏറ്റവും സീനിയറായ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നാട്ടിലുണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. ആ പിണറായി വിജയനാണ് ഇപ്പോൾ പറയുന്നത് കോൺഗ്രസ് വളക്കൂറുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന്. കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിന് ശേഷമല്ലേ CPM BJP ബന്ധം കൂടുതലായിട്ട് വ്യക്തമായത്? RSS നേതാവിനെ ADGP പോയി കണ്ട വിഷയം എത്രയോ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുമാത്രമല്ല BJPയിലേക്കുള്ള CPMൻ്റെ ഭരണം ഒരു വികാരം എന്ന് ഞാൻ പറയാൻ കാരണം അവർ BJPയിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അത് ഫാഷിസ്റ്റ് ഭരണമല്ല എന്നുള്ളത് അവിടെ നിൽക്കേണ്ടത് പണ്ട് അവർ പറയാറുണ്ട്. പക്ഷേ നരേന്ദ്രമോദി സ്വേച്ഛാധിപത്യ പ്രവണതയിലേക്ക് നീങ്ങുന്നതുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സമ്മേളന കാലത്ത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാർട്ടിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലത്ത് CPM സമ്മേളനം നടക്കുമ്പോൾ ഒരുപാട് ആശയ സംഘടനകൾ, ഉയർന്ന നേതാക്കളുടെ വാദപ്രതിവാദങ്ങൾ, തർക്കമായ അതിശക്തമായ വിഭാഗീയത ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പാർട്ടിക്ക് വേണമെന്നല്ല പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആ പാർട്ടിയുടെ ഓരോ സമ്മേളനം കഴിയുമ്പോഴും ഓരോ തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിന് ശേഷം പാർട്ടി എടുത്ത ഒരു തീരുമാനവും നടപ്പാക്കാൻ പറ്റാത്ത പോയ ഒരു ഗവൺമെൻറ് ഒരു പാർട്ടിയാണിത്. അതുമാത്രമല്ല LDF എന്തൊക്കെയാണോ പ്രകടന പത്രികയിൽ കൊടുത്തിരുന്നത് അതുപോലും നടപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാനിവിടെ ആവർത്തിക്കുന്നില്ല മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരോഗ്യരംഗത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച്, തൊഴിലില്ലായ്മയെക്കുറിച്ച്. ഈ കാര്യങ്ങളിൽ പാർട്ടി എന്തുകൊണ്ടാണ് ഇതുവരെ കൃത്യമായ നിലപാടുകൾ പറയാത്തത്? അവർ പറയുന്നത് ജനത്തെ ചേർത്തുനിർത്തും എന്നാണ്. ഒപ്പം ഇപ്പോൾ പറയുന്നത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നാണ്. അപ്പോൾ നവകേരളത്തിൻ്റെ ഇതുവരെയുള്ള വഴികൾ ഇവിടം വരെ എത്തി. 1957 EMS പൊക്കിപ്പിടിച്ച മുദ്രാവാക്യം ഭാവി കേരളം എന്നായിരുന്നു. ആ ഭാവി കേരളം ഈ 2025 എത്തിയിട്ടും നവകേരളത്തിൽ നിൽക്കുകയാണ്. നവകേരള സദസ്സിലേക്കുള്ള വഴികൾ നമ്മൾ കണ്ടതാണല്ലോ. അവിടെ നടത്തിയ CPMഉം DYFI നടത്തിയ അതിക്രമങ്ങളും അതിനെ മുഖ്യമന്ത്രി ന്യായീകരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള ക്രൂരത നമ്മൾ കണ്ടതാണല്ലോ. പാർട്ടിക്ക് നിലപാടുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നടക്കുമായിരുന്നോ? ആഭ്യന്തരം സുശക്തമായിരുന്നെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നടക്കുമായിരുന്നോ? ഭരണം പാർട്ടിയുടെ നേതാക്കളെയും ഗ്രസിച്ചിരിക്കുന്നു എന്ന് CPMൻ്റെ നേതാക്കൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ കണക്കാക്കേണ്ടത്? ഈ ഒരു പാർട്ടിയുടെ പ്രാദേശിക നേതാവടക്കം ഇന്ന് ഭരണതലത്തിലേക്ക് കൈകൾ കടത്തുമ്പോൾ നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? അതുമാത്രമല്ല, നുണ പറയുക എന്നുള്ളത് ഒരു ആയുധമാക്കിയ കാലത്താണ് ഈ സമ്മേളനം ചേരുന്നതെന്ന് ആലോചിക്കണം. ഈ സമ്മേളനത്തിൽ വാഴ്ത്തുപാട്ടുകളുടെ കാലമാണ് സ്മൃതി. അതായത് ക്യാപ്റ്റനായിട്ട് ആദ്യം വന്നു, പിന്നെ കാരണഭൂതനായിട്ട് വന്നു, പിന്നീട് ഈ നാടിൻ്റെ ഐശ്വര്യമായിട്ട് വന്നു, പിന്നീട് ഫീനിക്സ് പക്ഷിയായിട്ട് വന്നു. ഇത്തരത്തിൽ നമ്മൾ ഈ സമ്മേളനത്തിൽ ഏത് വിശേഷണമാണ് കേൾക്കാൻ പോകുന്നത്? അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം നടക്കണമെന്നുണ്ടെങ്കിൽ ആശയ സംഘടന ഉണ്ടാകണം. മുസ്തഫയ്ക്കും ആസാദിനും കൃത്യമായിട്ട് അറിയാം. ഒരു കാലത്ത് VS അച്യുതാനന്ദൻ വരെ അത് എതിർത്തിരുന്നു. പക്ഷേ പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷമുള്ള കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു എന്ന് ഞാൻ കേട്ടത്, ഞാൻ നേരിട്ട് കേട്ടതല്ല, പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. നവകേരളത്തിൻ്റെ പുതുവഴികൾ ഞാൻ വായിച്ചിട്ടില്ലെന്നോ മനസ്സിലാക്കിയിട്ടില്ലെന്നോ. അപ്പോൾ ഇതാരാ തീരുമാനിച്ചത് ഈ പുതുവഴികൾ? പാർട്ടി പോളിറ്റ് ബ്യൂറോ അല്ലേ? പാർട്ടി കേന്ദ്ര കമ്മിറ്റി അല്ലേ? CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ അതിൻ്റെ കേന്ദ്ര അംഗീകാരം വേണ്ടേ? ഇതൊന്നും ഇല്ലാതൊരു സമ്മേളനത്തിലേക്ക് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ദേശാഭിമാനിയിലെ പ്രവർത്തകർ എഴുതി കൊടുക്കുന്ന ഒരു ലേഖന പരമ്പരയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കേരളത്തിലെ CPM ഇപ്പോൾ അവരെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവർക്ക് പഴയകാല കമ്മ്യൂണിസ്റ്റ് എത്തിക്സ്, ഓർഗനൈസേഷണൽ എത്തിക്സിൽ നിന്ന് അവർ വ്യതിചരിച്ചിരിക്കുന്നു. എന്താണ് ഓർഗനൈസേഷണൽ എത്തിക്സ്? അതായത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാളുടെ അഭിപ്രായത്തിനോട് വരെയില്ല. കൂട്ടായി തീരുമാനങ്ങൾ എടുക്കണം, അത് ശാസ്ത്രീയമാകണം. അങ്ങനെ ശാസ്ത്രീയമായ തീരുമാനമാണോ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പാലക്കാട് സമ്മേളനത്തോട്ട് നമ്മൾ കാണുന്നത്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട്ട് നമ്മൾ കാണുന്നത്? അവിടെ ആ പാർട്ടിയുടെ ഭൗതിക തലം ഇടിഞ്ഞുപോയ ഒരു കാരണം നമ്മൾ ഒരു വസ്തുത നമ്മൾ കണ്ടത് പാലക്കാട് സമ്മേളനത്തിനല്ലേ? അതേവരെ BJPയിൽ നിന്നിരുന്ന ഒരു സുഹൃത്തിനെ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ലേ? UDFിൽ നിന്നുകൊണ്ട് ഒരു വ്യത്യസ്ത സ്വരം ശശി തരൂർ വിളിച്ചപ്പോൾ ശശി തരൂരാണ് ഞങ്ങളുടെ മാർഗദർശി എന്ന് ഈ പാർട്ടി പറഞ്ഞില്ലേ? ഇതൊക്കെ ആരാണ് പറഞ്ഞത്? AK ബാലൻ ആദ്യം തുടങ്ങി വയ്ക്കും. ഈ പാർട്ടി ഈ സമ്മേളനകാലത്ത് ഈ എറണാകുളം സമ്മേളനകാലത്ത് തീരുമാനിച്ചിരുന്നുവോ AK ബാലനാണ് പാർട്ടിയുടെ കാര്യങ്ങളിൽ ആദ്യത്തെ അഭിപ്രായം പറയേണ്ട ആളെന്ന്?
പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ ആദ്യത്തെ അഭിപ്രായം, ആദ്യത്തെയും അവസാനത്തെയും പക്ഷേ അഭിപ്രായം ഒരുപാട് പറയേണ്ട ആള്. വിഷയങ്ങൾ അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഈ സർക്കാരിനെ സമ്മേളനത്തിൽ നിന്ന് വിമർശിക്കാനുള്ളപ്പോഴും നമ്മളൊന്നും ആ പ്രതീക്ഷിക്കേണ്ട വിഷയങ്ങൾ കാര്യമില്ല. കൃത്യമായി ഏറ്റെടുക്കാനും അതിന്മേൽ ഒരു വലിയ ഒരു പ്രക്ഷോഭത്തേക്ക് നീങ്ങാനും ഒക്കെ പ്രതിപക്ഷത്തിന് എത്രത്തോളം കഴിയുന്നുണ്ട്. ഇപ്പോൾ മലയോര ജാഥ നടത്തിയ ആ സമരത്തെ തന്നെ എത്ര പരിഹാസ്യമായിട്ടാണ് CPM അവതരിപ്പിക്കുന്നത്. അത് ജാഥ തുടങ്ങുമ്പോൾ വലിയ രൂപത്തിൽ അത് തുടങ്ങുന്നു എന്ന് പറയുന്നു, പിന്നീട് അത് എവിടെ എത്തി എപ്പോൾ കഴിഞ്ഞു എന്നൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ള പരിഹാസമാണ് അവിടെ കേൾക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ഐക്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു ഹൈക്കമാൻഡ് ഒരുമിച്ച് നടക്കാൻ. അതിനുശേഷം ഒരുമിച്ചുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ സഭയിൽ കണ്ടു, ഇനി അങ്ങോട്ട് കാണുമെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. പക്ഷേ എത്രത്തോളം വിഷയങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താനുള്ള പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ടല്ലോ. നമുക്ക് സ്മൃതി, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം കൂടുതലായിട്ട് ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തു. അവരുടെ മുഖമായിട്ട് പ്രതിപക്ഷം മാറിയിരിക്കുകയാണ്. ജനകീയ വിഷയങ്ങൾ ജനങ്ങളെ നേരിട്ട് ബാധിച്ചിരിക്കുകയാണ്. അത് പ്രതിപക്ഷം നേരിട്ട് പറയേണ്ട കാര്യമില്ല. പഴയ കാലത്ത് പ്രതിപക്ഷം ഏറ്റെടുത്ത് ജനങ്ങളെ സമരസജ്ജരാക്കണം. ഇന്ന് സമരസജ്ജരായിട്ട് ജനങ്ങൾ സ്വയം വരികയാണ്. ഉദാഹരണം അവസാനത്തെ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇപ്പോഴത്തെ ആശാവർക്കർമാരുടെ സമരം. കേരളത്തിലെ ജനങ്ങൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നതല്ലേ. ഏത് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഏറ്റവും ഊന്നൽ നൽകുന്നത് വ്യവസായ സംരംഭത്തെക്കുറിച്ച് അവർ പറഞ്ഞ കാര്യമാണ്. തൊഴിലില്ലായ്മ ഇത്രയും കൂടുമ്പോൾ വ്യവസായ സംരംഭം എന്ന് പറയുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യം? PSC ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് എന്തെങ്കിലും പറയേണ്ട കാര്യം? നിത്യേന അമ്മമാർ കണ്ണീരൊടിക്കുമ്പോൾ എന്തിനാണ് ജനങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം? എരുതിയിൽ എണ്ണ ഒഴിക്കാനല്ല പ്രതിപക്ഷം കേരളത്തിലെ ഇന്നത്തെ ജനങ്ങൾ അവർ സ്വാഭാവികമായി വളർത്തിയെടുത്ത ഒരു സമരോത്സുകതയുണ്ട്. ആ സമരോത്സുകതയ്ക്ക് രൂപവും ഭാവവും കൊടുത്തുകൊണ്ടാണ് സ്മൃതി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4ഇടത്തും UDF ജയിച്ചു എന്നുള്ളതല്ലാണ്. അത് അവരുടെ സീറ്റാണ്. പക്ഷേ വൻ ഭൂരിപക്ഷം കരസ്ഥമാക്കിയത്. അത് മാത്രമല്ല, വയനാട്ടിലെ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ അടക്കം കോൺഗ്രസിന്റെ ആളുകൾ മറ്റേ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നതല്ലോ ഇവിടെ. പ്രതിപക്ഷമായി പ്രവർത്തിക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ വേണ്ടത്. ഇങ്ങനെ കൈയും കെട്ടിയിരുന്നാൽ ജനങ്ങൾ സമരവുമായി മുന്നോട്ട് പോയിക്കോളും, ഞങ്ങളിതാ പുറകിലുണ്ട് എന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴാണ് 2021 നഷ്ടപ്പെട്ടത്. നോക്കൂ സ്മൃതി, ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലും അതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്ന UDFന്റെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള സമരമുണ്ട്. അതായത് ഒറ്റ ബസ്സും കത്തിക്കാറില്ലല്ലോ, ഒരു ജീപ്പ് കത്തിക്കാറില്ലല്ലോ, ഒരു മനുഷ്യനെ കൊല്ലാറില്ലല്ലോ. അതാണ് സമരത്തിൻ്റെ മുഖമെന്ന് ഒരുപക്ഷെ സ്മൃതിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ? ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം പറയാം. പ്രതിപക്ഷ നേതാവ് അസംബ്ലിയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, പുറത്ത് UDF നേതാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ, ഏതിലെങ്കിലും ഒരെണ്ണത്തിന് ഗവൺമെൻറ് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഈ ചോദ്യം സ്മൃതിയിൽ നിന്നും ഉണ്ടാകുമായിരുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ഇപ്പം നമ്മുടെ കേരളത്തിലെ UDF ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു, ഒക്കെ ശരി തന്നെ. പക്ഷേ ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ഒരു പദ്ധതിയുടെ പേര് പറയാൻ ഒരുപാട് തവണയായി ഗവൺമെൻറ്റിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. ഒരു പദ്ധതി പറയൂ. ഒന്നും അവർക്ക് പറയാനില്ല. അവർ പറയുന്നത് എന്താണ്? UDFന്റെ കാലത്ത് കൊണ്ടുവന്നതിനെ എതിർത്തതിനെ അതേപോലെ വിഴുങ്ങിയിട്ട് പറയുന്നത് ഇപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം എന്നതാണ്. അങ്ങനെയുള്ള സമയത്ത് ഈ സമ്മേളനം നടക്കുമ്പോൾ സ്മൃതി ആലോചിക്കുന്നുണ്ടോ ആ സമ്മേളനത്തിൽ എന്തെങ്കിലും ആശയപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന? ഒന്നും നടക്കില്ല. പക്ഷേ മറന്നു പോകരുത്. അത് ശശി തരൂർ കൃത്യമായിട്ട് അതിനൊരു മറുപടി കൊടുത്തു. പക്ഷേ ആ മറുപടി അത് അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ പറയുന്നത്. AICC ഒരു തീരുമാനമെടുത്തു. കേരളത്തിലെ CPM ശശി തരൂരിന് പറ്റിയ ശശി തരൂർ എഴുതിയ ലേഖനത്തെ പിടിച്ച് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ചടുലമായൊരു തീരുമാനമെടുത്തു. സാധാരണ AICC അപൂർവമായ ചടുലമായ തീരുമാനം എടുക്കാറുള്ളൂ. ഒന്ന്, ഉമ്മൻചാണ്ടിക്ക് പ്രചരണ കമ്മിറ്റി ചെയർമാൻ കൊടുത്ത ഒരു കാലഘട്ടമാണ്. മറ്റേത് ഇതാണ്. 2 ദിവസം കൊണ്ട് കേരളത്തിലെ CPMന്റെ മുനെ ഒടിച്ചു എന്ന് മാത്രമല്ല, അസ്വസ്ഥമായിരുന്ന അമ്പരപ്പിലായിരുന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അണികളെ ആവേശഭരിതരാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ? ശശി തരൂർ അദ്ദേഹത്തിൻ്റെ തിരുത്തു വരാൻ ഒരു പത്രത്തിൽ വന്ന ലേഖനം ആധാരമാക്കിയത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിനൊപ്പം നിൽക്കണമെന്നുള്ള പൊതുവികാരം മനസ്സിലാക്കിയത് കൊണ്ടും CPM ഇതാ തന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടുമാണ്. ഈ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടിക്കുള്ളത് അദ്ദേഹം ഷെയർ ചെയ്തത്. പക്ഷേ നേരത്തെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി എന്നൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി CPM അവിടെ പറയുന്നുണ്ട്. തിരിച്ചെത്താം. ശ്രീ VPP മുസ്തഫ, താങ്കൾക്ക് മറുപടി നൽകാം. സമരങ്ങളുമായി ബന്ധപ്പെട്ട CPM എടുക്കുന്ന നിലപാട്
ഇടത് സർക്കാരിനെതിരായ സമരങ്ങളെ വേറെ രൂപത്തിൽ ചാപ്പകുത്തി ആ സമരങ്ങളെ അധിക്ഷേപിക്കുക എന്നൊരു നിലപാട് അത് പാർട്ടിയുടെ ഒരുമിച്ചുള്ള നിലപാടായിട്ടാണോ കാണേണ്ടത്? ഇപ്പോൾ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് വിവിധ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളാണല്ലോ. ഏറ്റവും ഒടുവിൽ CITU നേതാവിൻ്റെ ഉമ്മപ്രയോഗം അടക്കം അതിൽ ഖേദമില്ല എന്ന് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട്. MV ഗോവിന്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും SUCയും ഹൈജാക്ക് ചെയ്ത സമരം എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാൻ അറിയാത്തവരല്ല, കൃത്യമായി അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് നന്നായി പ്രതികരിക്കാൻ അറിയുന്ന വിഭാഗമാണ് അവരങ്ങനെ പ്രതികരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ സമരം ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അവിടെയും SDPയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ വരുന്നുണ്ട്. നേരത്തെ ലീഗിൻ്റെ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി SDPയും ഒക്കെയാണ് ലീഗിൽ ഇപ്പോൾ ഉള്ളത്. ലീഗിനെ ആ രൂപത്തിൽ അവർ പിടിച്ചടക്കി എന്നുള്ള വിമർശനം നിങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ലീഗിനോട് പറയുകയാണ് കോൺഗ്രസിനെ സൂക്ഷിക്കണം എന്ന്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങളുടെ നിലപാട്? നിലനിൽപ്പിനും അതിജീവനത്തിനും വേണ്ടി ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സമരത്തോടും ഐക്യദാർഢ്യപ്പെടുകയും അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്, ഇടതുപക്ഷത്തിനുള്ളത്. അതിലൊന്നും ഒരു തർക്കവും വേണ്ട കാര്യമില്ല. ആശമാരുടെ സമരമുണ്ട്, അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും ഈ കേരളത്തിലുണ്ട്, സ്കൂൾ പാചക തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലുള്ള വിവിധ സ്കീം വിഭാഗം തൊഴിലാളികളാണ്. അവരെല്ലാം ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആശാവർക്കന്മാരെ പോലെ തന്നെയാണ് അംഗനവാടി ജീവനക്കാരും. രാവിലെ ഇറങ്ങിയാൽ രാത്രി വരെയാണ് അവരുടെ വർക്ക് ലോഡ് എന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന വേതനത്തിന്റെ പ്രശ്നമുണ്ട്. സ്കൂൾ പാചക തൊഴിലാളികൾ 1000 കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ 1-2 തൊഴിലാളികളാണ്. രാവിലെ പോയാൽ രാത്രി വരെ അവർക്ക് അധ്വാനമുണ്ട്. ഇവരെല്ലാം ഒരേപോലെയുള്ള സ്കീം തൊഴിലാളികളാണ്. അവരുടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ LDFന്റെ പ്രകടന പത്രികയിൽ ആ കാര്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിലയിലെല്ലാം പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കേരളത്തിന്റെ ഇന്നത്തെ വളർച്ചക്കനുസരിച്ച് അന്തസ്സായ ജീവിതത്തിന് സാധ്യമായ ഒരു മിനിമം കൂലി ഉണ്ടാക്കിയെടുക്കണം. അതിനെല്ലാമുള്ള പരിശ്രമത്തിൽ തന്നെയാണ് ഞങ്ങൾ ഉള്ളത്. പക്ഷെ എല്ലാ സമരങ്ങളുടെയും ദിശ ചില സമയത്ത് അത്തരത്തിലല്ല എന്നുള്ളതിന്റെ നല്ല തെളിവാണല്ലോ ഈ ആശാസമരം തന്നെ. താങ്കൾ ഉൾപ്പെടെ അത് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി ഇതുപോലെ ചർച്ചകൾ നടക്കുമ്പോൾ ഒരു വാർത്ത വന്നല്ലോ. കേന്ദ്ര സർക്കാർ ഇതാ ഒരു കത്തെഴുതിയിരിക്കുന്നു കേരളത്തിന്. ഈ അംഗൻവാടി ജീവനക്കാർക്കുള്ള എല്ലാ ആശാ വർക്കർമാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. ബജറ്റിൽ അലോട്ട് ചെയ്തതിന് പുറമെ 120 കോടി രൂപ അധികം നൽകിയിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടില്ല. ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിൽ ഇങ്ങനെ പിണറായി സർക്കാർ, LDF സർക്കാർ എന്നെല്ലാം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു വാർത്ത പ്രചരിപ്പിച്ചല്ലോ. ഇന്നെന്താ ആ വാർത്തയെ സംബന്ധിച്ച്? അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ കത്ത്, അങ്ങനെയാണ് പറഞ്ഞത്, കേന്ദ്ര സർക്കാരിന്റെ കത്ത്. ആ കേന്ദ്ര സർക്കാരിന്റെ കത്തിനെ കുറിച്ചുള്ള വിവരം ഇന്ന് പുറത്തു വന്നല്ലോ. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു ഔദ്യോഗിക ഏജൻസിയും പുറത്തിറക്കിയതല്ല. BJPയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ഇത് പറയാൻ സമയം പാഴാക്കുമ്പോൾ അത് കൊടുത്ത മാധ്യമങ്ങളെ താങ്കൾക്ക് വിമർശിക്കാൻ നമ്മൾ ഏതായാലും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് പറയണ്ട. അതൊരു വാർത്താക്കുറിപ്പ്, കേന്ദ്രത്തിൽ നിന്നുള്ള വാർത്താക്കുറിപ്പ് എന്ന രീതിയിൽ കൊടുത്ത മാധ്യമങ്ങളെ സ്വാഭാവികമായും നിങ്ങൾക്ക് വിമർശിക്കാം. അതവിടെ നിൽക്കട്ടെ. സംസ്ഥാന സർക്കാർക്ക് ആശാവർക്കർമാരുള്ള സമീപനം എന്താണ്? നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താണ് പറഞ്ഞിരുന്നത്? ദിവസം 700 രൂപ എന്നുള്ള ഉറപ്പ് നൽകിയിരുന്നു. ഇനി ഈ പറയുന്ന എല്ലാം ശരി തന്നെ, കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം കിട്ടിയിട്ടില്ല, അത് ഒരു ഘട്ടത്തിൽ അതുകൂടി അംഗീകരിക്കാം. എന്നാൽ പോലും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? 2014 ഈ ആശാവർക്കർമാർക്ക് 10,000 രൂപ നൽകണമെന്ന് സഭയിൽ ആവശ്യപ്പെട്ടത് ഇപ്പോൾ അവരെ മോശം ഭാഷയിൽ വിമർശിക്കുന്ന എളമരം കരീമാണ്. ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ അതിഥിയോട് അത് പറയണ്ട എന്നൊക്കെ കൽപ്പിക്കുന്നത് കൽപ്പിക്കലാണോ ശ്രീ VPP മുസ്തഫ? സമയമില്ലാത്തത് പറഞ്ഞാൽ നമ്മളത് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്മൃതി, നിങ്ങൾ എനിക്കിതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ എടുക്കുന്ന ഒരു സമീപനത്തിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ ശ്രീകുമാറിനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ആദ്യത്തെ ചോദ്യം തന്നെ എന്തായിരുന്നു? പ്രതിപക്ഷത്തിന്റെ ദൗർബല്യത്തെക്കുറിച്ചാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? ദീർഘമായ സമയമെടുത്തിട്ട് കേരളത്തിലെ CPMനെയും അതിന്റെ നേതാക്കളെയും എല്ലാം ഒരു കോൺഗ്രസ്സുകാരന്റെ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നു. ഇടയ്ക്ക് കയറി സ്മൃതിക്ക് ചോദിക്കാൻ തോന്നിയതേ ഇല്ല. പിന്നെയാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോയത്. ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ നീണ്ട അവതരണം കഴിഞ്ഞിട്ട് താങ്കൾ സമയം കൊടുത്തിട്ട് പിന്നെയാണ് ചോദ്യം ചോദിക്കുന്നത്. ഞാൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആശാസമരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞോളൂ. എന്തിനാ താങ്കളുടെ ഔദാര്യം? നേരത്തെ പറയുന്നു പറയണ്ടെന്ന്,
ഇപ്പൊ പറഞ്ഞോളൂ. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനും നിങ്ങളുടെ കൽപ്പനയ്ക്കും വേണ്ടി വന്നിരിക്കുന്നതല്ലോ. ഇങ്ങനെയൊന്നും പെരുമാറരുത് സ്മൃതി. ഒരു ചർച്ച നടത്തുമ്പോൾ അത് ജനാധിപത്യപരമാകണം. നിങ്ങൾ CPM-നെ ജനാധിപത്യം പഠിപ്പിക്കാൻ ഇറങ്ങിയ ഒരാളല്ലേ സ്മൃതി? എന്നിട്ട് സ്മൃതിക്ക് എന്തേ താങ്കൾ നയിക്കുന്ന ചർച്ചയിൽ അങ്ങനെ CPM പ്രതിനിധികളോട് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ കഴിയുന്നില്ല? നിങ്ങളിവിടെ ആദ്യം പറഞ്ഞു ആശാസമരത്തെ കുറിച്ച് നിങ്ങൾ പറയണ്ട, ഈ ആ കത്തിനെ കുറിച്ച് പറയണ്ട. ഇപ്പൊ പറയുന്നു പറഞ്ഞോളൂ എന്ന്. ഇങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിനും നിങ്ങളുടെ കൽപ്പനയ്ക്കും അനുസരിച്ച് സംസാരിക്കാനല്ല CPM നിയോഗിച്ചിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സാമാന്യ മര്യാദ അക്കാര്യത്തിൽ എല്ലാം പുലർത്തണം. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സമരത്തിന്റെ ദിശ എങ്ങോട്ട് പോകുന്നു. നിങ്ങൾ നോക്കൂ, 57-ലെ EMS ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി സമരം നടന്നു. ആ സമരത്തിൽ തൊഴിലാളികളുണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികളുണ്ടായിരുന്നു, കർഷക തൊഴിലാളികളുണ്ടായിരുന്നു. ഈ നാട്ടിലെ ആ ഗവൺമെന്റിന്റെ ആനുകൂല്യം, കുടികിടപ്പുകാരന് അവകാശം കൊടുത്തത് ആ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വന്ന 5-ാം ദിവസം 1957 ഏപ്രിൽ 11 EMS ഒപ്പുവെച്ച നിയമം. ഇനി കുടികിടപ്പുകാരെ ഒഴിവാക്കരുത്. അതിന്റെ ആനുകൂല്യം ലഭിച്ചവർ പോലും 59-ലെ വിമോചന സമരത്തിലുണ്ടായിരുന്നു. അത് തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒക്കെ പങ്കെടുത്ത സമരമാണ് എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ അട്ടിമറി സമരത്തെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ഒരു അട്ടിമറി സമരമാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ളതിന്റെ തെളിവാണ് ആസൂത്രിതമായ ഈ കത്ത് കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുത്തിയിരിക്കുന്നു. ആശമാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും. അപ്പൊ എവിടുന്നാണ് ഇത് വരുന്നത്? അത് ചർച്ച ചെയ്യണ്ടേ? അത് പറയണ്ടെന്നാണോ പറയേണ്ടത്? നിങ്ങളുടെ മാധ്യമം കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് അത് പ്രചരിപ്പിച്ച സാഹചര്യം ഇല്ലാതാകുന്നു. സമരം ചെയ്യുന്നവരെ അഡ്രസ് ചെയ്യൂ ശ്രീ VPP മുസ്തഫ. 13,200 രൂപ കൊണ്ട് മാസം സുഖമായി ജീവിക്കാം എന്ന് CATU വനിതാ നേതാവിനെ കൊണ്ട് പറയിപ്പിച്ചതാരാണ്? അതിനുമില്ല ആസൂത്രണം ആരുടേതായിരുന്നു? 13,200 രൂപ കൊണ്ട് മാസം സുഖമായി ജീവിക്കാമോ? അങ്ങനെ സുഖമായി ജീവിക്കുന്നവരുടെ ഗൂഢാലോചനയാണോ ഈ സമരം? അംഗനവാടി ആശമാരെ പോലെ തന്നെ കേരളത്തിലുള്ളതാണ് സൺറൈസ് സ്പോൺസേർഡ് സ്കീമിന്റെ ഭാഗമായിട്ട് അംഗനവാടി ഹെൽപ്പർമാരും വർക്കർമാരും. അവരുടെ വേതനം എത്രയാണ് എന്ന് സ്മൃതി ആലോചിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എന്താണ് സമരം ചെയ്യാൻ ഒരു വിഭാഗം തയ്യാറാകുമ്പോൾ അപ്പുറത്തും ഉണ്ടല്ലോ കഷ്ടപ്പെടുന്നവർ, അവർ സമരത്തിന് വന്നില്ലല്ലോ എന്നതാണോ മറുപടി ശ്രീ VPP മുസ്തഫ? അവിടെയാണ് ഈ സമരം ആരോടാണ് ചെയ്യേണ്ടത് അത് പറയാൻ എന്തേ ആർജവമില്ലാത്തത്? സുരേഷ് ഗോപിയും വി മുരളീധരനും ഒക്കെ വന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ അവിടെ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റർമാരായിട്ട് മാറുകയും ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ. ചെയ്യേണ്ട ആളുകൾ ചെയ്യാത്ത കാര്യം പറയാത്തതിന്, അതിന് കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് പകരം ഇങ്ങനെ ഈ ചർച്ചയെ തന്നെ വഴിതിരിച്ചു വിടുന്നത് നോക്കൂ. യഥാർത്ഥത്തിൽ CPM-ന്റെ സമ്മേളനങ്ങൾ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെയാണ് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധി കൊടുത്തു തീർക്കണം. കേരളത്തിലെ 28ഓളം തൊഴിലാളികളുടെ ക്ഷേമനിധികളുണ്ട്. വിവിധ കാലയളവുകളിലെ ഇടതുപക്ഷ സർക്കാരുകൾ കൊണ്ടുവന്നതാണ്. അതെല്ലാം ചെയ്യണം. അതാണ് ഫെബ്രുവരി 7 അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗം കഴിഞ്ഞിട്ട് അല്ലല്ല, അങ്ങനെ നിർത്തല്ല, ഒന്ന് പൂർത്തിയാക്കാൻ സമയം താ. ഫെബ്രുവരി 7 ബജറ്റ് അവതരണം കഴിഞ്ഞിട്ട് ധനകാര്യമന്ത്രി ബാലഗോപാൽ മാധ്യമപ്രവർത്തകരെ കാണുന്നു. അവരുടെ ചോദ്യം എന്ത് 1600 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ നിങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ 2500 എത്തിക്കാൻ ഒരു 100 രൂപ പോലും വർദ്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, കേരളം നേരിടുന്ന സാമ്പത്തിക സ്ഥിതിയുടെ കൃത്യമായ വിവരണമാണ് ഈ ബജറ്റ് രേഖയിൽ അതിന്റെ തലേ ദിവസം നൽകിയിട്ടുള്ള സാമ്പത്തിക റിവ്യൂവിൽ, എക്കണോമിക് റിവ്യൂവിൽ എല്ലാം വിവരിച്ചിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കടമ ഇപ്പോൾ നൽകുന്ന ആനുകൂല്യങ്ങളെങ്കിലും മുടക്കമില്ലാതെ തടസ്സമില്ലാതെ കേന്ദ്ര സർക്കാർ തീർക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും കൊടുത്തു തീർക്കുക. ആ അജണ്ട വിജയിക്കുന്നു. അതിന്റെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായില്ലേ? KSRTC ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം കിട്ടാത്തത് റിപ്പോർട്ടറിന്റെ ഫോറത്തിൽ ചർച്ച ചെയ്തിരുന്നു. ഇതാ ഇന്നലെ മുതൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. മാസാദ്യം തന്നെ ഇനി മുതൽ ഒറ്റത്തവണയായി മറ്റെല്ലാ ജീവനക്കാരെയും പോലെ KSRTC-യിലെ തൊഴിലാളികളുടെ ശമ്പളം കിട്ടിത്തുടങ്ങുന്ന അവസ്ഥ ഈ വലിയ പ്രതിസന്ധികൾക്കിടയിലും ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു. കഴിഞ്ഞ ഒരു വർഷമായിട്ട് മുടങ്ങിയിട്ടില്ല. ഇങ്ങനെയെല്ലാം തൊഴിലാളികളെ ചേർത്ത് നിർത്തി വലിയ നിലയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. വ്യക്തമാക്കുന്നുണ്ട്. നമുക്ക് ചുരുക്കിയ വാക്കിൽ മറുപടി പറയാം. ഈ സമ്മേളനത്തിൽ അവരുടെ വിഷയം കൂടി ചർച്ച ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? സ്മൃതി, അതിലൊരു കാര്യം, ഈ മാധ്യമങ്ങളും ആളുകളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, നമ്മളൊരു ആ വിഷയത്തെ യുക്തിപരമായി സമീപിക്കാനും വിശദീകരിക്കാനും ശ്രമിക്കാറില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്തും VS അച്യുതാനന്ദൻ്റെ കാലത്തും ആശാ വർക്കേഴ്സിന് കിട്ടിയിരുന്ന
പണം 500 രൂപയോ 1000 രൂപയോ ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് 6000 രൂപയോ 7000 രൂപയോ ആയി വർദ്ധിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പം പറയും. പക്ഷേ ആ കാലത്ത് ഉമ്മൻചാണ്ടിയുടെയും അച്യുതാനന്ദൻ്റെയും കാലത്ത് ഇത് 2-3 മണിക്കൂർ ചെയ്യുന്ന ഒരു സന്നദ്ധ പ്രവർത്തനമായിരുന്നു. മാത്രമല്ല മറ്റ് ജോലിക്ക് പോകാമായിരുന്നു ഈ ആശാപ്രവർത്തകർക്ക്. മറ്റ് ജോലി എടുത്ത് ഒഴിവ് സമയത്ത് എടുക്കേണ്ട ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് നിലനിന്നിരുന്നത്. എന്നാൽ 2018 ജൂലൈ 20 കേരളത്തിലൊരു സവിശേഷ ഉത്തരവിറങ്ങുകയുണ്ടായി. ആ ഉത്തരവ് പ്രകാരം കേരളത്തിലെ ആശാപ്രവർത്തകരുടെ സമയം ക്രമീകരിച്ചു. രാവിലെ 9 മുതൽ വൈകുന്നേരം വരെ വേണം, മറ്റു ജോലിക്ക് പോകരുത് എന്ന നിർദ്ദേശമുണ്ടായി. അവർ പൂർണ്ണ സമയവും ആശാപ്രവർത്തകർ എന്ന രീതിയിൽ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരായി. അതോടുകൂടി എന്തായി, മറ്റു രീതിയിലുള്ള വരുമാനം അവർക്ക് നിലച്ചു. അപ്പോൾ പഴയ പോലെ മറ്റു ജോലിക്ക് പോയി ഈ ജോലി തുടരാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് അത്തരം വരുമാനം 6000-7000 പറയൂ, പറഞ്ഞോളൂ. ആസാദ് മാഷേ, അത് കോവിഡിന്റെ സമയത്ത് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ കേന്ദ്രീകരിക്കാൻ ഇറക്കിയ ഉത്തരവ് അത് 2024 അവരിപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പോകുന്ന ആശാവർക്കർമാരുണ്ട്. മനസ്സിലായി. അല്ലല്ല, ഞാൻ പറയട്ടെ, ആ ഉത്തരവ് നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മരവിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ അന്നു മുതൽക്ക് ജോലിക്കാർ മറ്റു ജോലിയൊക്കെ നിർത്തി ഇതിൽ വന്ന ജോലിക്കാർക്ക് സർവേകളുടെ എണ്ണം കൂടി, ഉത്തരവാദിത്വം കൂടി, എത്ര കൂടുതൽ. അത് CPM തന്നെ ഹരിയാനയിൽ പീപ്പിൾ ഡെമോക്രസി എഴുതുന്നുണ്ട്. ഇവർക്ക് വന്ന വർദ്ധിച്ച ജോലിഭാരം അത് കേന്ദ്രം ഹരിയാനയിൽ സംസ്ഥാന സർക്കാരിനെതിരെയായിരുന്നു സമരം. ഹരിയാനയിൽ സമരം 26,000 രൂപയാക്കാനായിരുന്നു സമരം. ഇവിടെ ഇപ്പോൾ 21,000 എന്നുള്ള ആവശ്യം പറയുമ്പോൾ അത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും SUCയും ഒക്കെ നടത്തുന്ന സംഖ്യ മാത്രമല്ല പ്രശ്നം. അതെ, സംഖ്യ മാത്രമല്ല, ജീവിത സാഹചര്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അടിയന്തര ജീവിത അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഈ പാർട്ടി സമ്മേളന കാലത്ത് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചാ സമ്മേളനം നടത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, ഡോക്ടർ ആസാദ്, N ശ്രീകുമാർ, ജോർജ് പൊടിപാറ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.